അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു പ്രോബബിലിറ്റി. എന്താണ് ഒരു പ്രോബബിലിറ്റി? അപ്പോൾ ഒരു പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഹെഡ്സ് വരാം അല്ലെങ്കിൽ ടെയിൽസ് വരാം. നമുക്കത് ഒരു 50-50% മാത്രമേ ഉറപ്പുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. ബാക്കി 1/2 ഇത് ഹെഡ്സിനുള്ള പ്രോബബിലിറ്റി, ഇത് ടെയിൽസിനുള്ള പ്രോബബിലിറ്റി. ആകെ 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മാത്രമേ ഉള്ളൂ ഇതിനുള്ള ഒരു പ്രോബബിലിറ്റി. ഈ പ്രോബബിലിറ്റിയുടെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇതിൻ്റെ സമ്മ് എപ്പോഴും ഈക്വലായിട്ട് ഒന്നിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1/2 + 1/2 = 1. അതായത് ഈ പ്രോബബിലിറ്റി ഫംഗ്ഷൻ വർക്കിംഗ് ആണ്. അപ്പോൾ എന്താണ് ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ? f(x) > 0 for all x, sigma f(x) = 1 for all x. ഓക്കെ, ഈ സിഗ്മ f(x) = 1 എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. അതായത് തന്ന പ്രോബബിലിറ്റി ഒക്കെ കൂടിയിട്ട് നമുക്ക് =1 കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആയിട്ട് മാറുള്ളൂ. അല്ലാത്തത് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷനാണ്. ഇനി f(x) > 0 for all x. അതായത് പ്രോബബിലിറ്റിയിൽ ഒരിക്കലും നെഗറ്റീവ് വരില്ല. ഒരിക്കലും നമ്മളിപ്പോൾ ഒരു ഹെഡ്സ് കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുമോ നെഗറ്റീവായിട്ട് ഒരു പ്രോബബിലിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോഴും ഒരു പോസിറ്റീവ് പ്രോബബിലിറ്റിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ മൊഡ്യൂൾ 1 തുടക്കം തന്നെ എന്താണ് പ്രോബബിലിറ്റി, എന്തൊക്കെയാണ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ, ഇത് രണ്ടുമാണ് പ്രോബബിലിറ്റി ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ചെക്ക് ഇഫ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓർ നോട്ട്. പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്: f(x) = x - 3. എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് x = 1, 2, 3, 4. ഈ ചോദ്യം നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഗിവൺ എന്താണ്? f(x) = x - 3 അല്ലേ? എക്സ് എന്താണ്? 1, 2, 3, 4. അപ്പോൾ നമ്മളൊരു ബോക്സ് വരയ്ക്കുകയാണ്. എക്സ് 1, 2, 3, 1, 2, 3, 4. ഇവിടെ f(x). അപ്പോൾ നമുക്ക് ഈ 1 എന്നുള്ളത് ഇവിടെ തുടക്കാം. അപ്പോൾ എത്ര വരിക ആൻസർ? 1 - 3 - 2. ഇനി അടുത്ത് 2 ഇവിടെ തുടക്കാം. അപ്പോൾ എത്ര വരിക? 2 - 3 - 1. 3 - 3 0. 4 - 3 1. അപ്പോൾ ഇതാണ് f(x). നമുക്ക് f(x)ൻ്റെ വാല്യൂസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ f(x)ൻ്റെ വാല്യൂസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതൊരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണോ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ പ്രോബബിലിറ്റി ഫംഗ്ഷനിൽ നമ്മൾ ഫസ്റ്റ് ഫോർമുല അല്ലെങ്കിൽ ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ f(x) > 0. 0യോ അതിന് മുകളിലോ ആയിരിക്കും f(x)ൻ്റെ വാല്യൂ. ഇതൊക്കെയാണ് f(x)ൻ്റെ വാല്യൂസ്. ഇതിൽ 0 ഉണ്ട്, 1 ഉണ്ട്, ഇതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ -1 -2 ആണ്. അപ്പോൾ ഇത് മൊത്തം ഇത് മാത്രമായിട്ട് കറക്റ്റ്, ഇത് മാത്രമായിട്ട് കറക്റ്റ് അല്ല, അങ്ങനെയൊന്നുമില്ല. ഇത് മൊത്തം പ്രോബബിലിറ്റി അല്ല, ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ അല്ല ഇത്. ഓക്കെ, അപ്പോൾ ബാക്കി ഇപ്പോൾ ഈ രണ്ടാമത്തെ നോക്കേണ്ട ആവശ്യമേ ഇല്ല. പ്രോബബിലിറ്റി ഒരിക്കലും മൈനസ് വരില്ല. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ പ്രോബബിലിറ്റി ഫംഗ്ഷൻ. കഴിഞ്ഞു. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് വേറൊരു ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളത് f(x) = x² / 30. ഇതാണ് തന്നിരിക്കുന്നത്. f(x) = x² / 30. എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? x = 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ബോക്സ് വരയ്ക്കുക. എത്ര ബോക്സ് വേണം? 5 ബോക്സ് വേണം. ഓക്കെ, 0, 1, 2, 3, 4. ഇനി ഇവിടെ f(x) അതിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടില്ല, കിട്ടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ
ഗിവണ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 13. ഇനി 0 നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. 0/13 0. 1 സ്ക്വയർ ബൈ 13 1/30. 2 സ്ക്വയർ ബൈ 30 4/30. കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം. 3 സ്ക്വയർ ബൈ 30 9/30. 4 സ്ക്വയർ ബൈ 30 16/30. കട്ട് ചെയ്യാണ്ട് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് സിഗ്മ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നാം. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് എഴുതുന്നത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൂൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് സിഗ്മ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ? എല്ലാം 0 അതിനടക്കം മുകളിലല്ലേ, ഒരു നെഗറ്റീവ് പോലും നമുക്ക് ഇതിൻ്റെ എഫ് ഓഫ് എക്സിൽ വന്നിട്ടില്ല. അപ്പോൾ അത് ഒരു ആ റൂള് പാസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇനി അടുത്ത റൂൾ എന്താണെന്ന് വെച്ചാൽ സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂ 1 ആണ്. അപ്പോൾ 0 പ്ലസ് 1/30 പ്ലസ് 4/30 പ്ലസ് 9/30 പ്ലസ് 16/30 ഈക്വൽ ടു 1 ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് കൂട്ടി നോക്കുമ്പോൾ 1 + 4 + 9 + 16 ഈക്വൽ ടു 30 തന്നെയാണ് വരുന്നത്. അപ്പോൾ 30/30 ഈക്വൽ ടു 1. അപ്പോൾ ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണോ എന്ന് തെളിയിക്കാനുള്ള ഒരു മെത്തേഡ്. ഇനി വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബോക്സ് തന്നു. എക്സ് 0 1 3, എഫ് ഓഫ് എക്സ് 1/6 1/2 2/10. ഇതൊരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അങ്ങനെ നമ്മളെങ്ങനെ മനസ്സിലാക്കും? ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നെഗറ്റീവ് ഉണ്ടോയെന്നാണ്. നെഗറ്റീവ് ഇല്ല, അപ്പോൾ അത് ഓക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണോ എന്നുള്ളതാണ്. അതായത് ഇതെല്ലാം കൂട്ടി നോക്കണം. 1/6 + 1/2 + 2/10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്, അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 26/30 ആണ്. അതിൽ 30/30 ആയിരുന്നെങ്കിൽ നമുക്കത് 1 എന്ന് പറയാൻ പറ്റുള്ളൂ. 26/30 ഒരിക്കലും 1 അല്ല. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്നാണ് ഉത്തരം. ഓക്കെ, ഇനി ഈ പ്രോബബിലിറ്റിയിലെ അടുത്ത ഒരു സംഭവമാണ് കെ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് ബോക്സിൽ തന്നുള്ളത് എക്സ് എഫ് ഓഫ് എക്സ്, ഇതിൻ്റെ വാല്യൂസ് 0 1 2 3 4 5 6. ഇവിടെ കെ 3k 5k 7k 9k 11k 13k. അപ്പോൾ ഇതിൽ ഫൈൻഡ് കെ പി, അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, probability of 3 less than x less than or equal to 6. ഇതിൻ്റെ ഒക്കെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ വാല്യൂസ് കിട്ടണമെങ്കിൽ നമ്മൾ കെ കണ്ടുപിടിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കെ കണ്ടുപിടിക്കാം. എന്താണ് കെ? വാട്ട്സ് ദ വാല്യൂ ഓഫ് കെ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്? ഗിവൺ എന്താണ്? നമുക്ക് ഓൾറെഡി ഒരു റൂൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പോൾ സിഗ്മ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ഫോർ ഓൾ എക്സ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കൂട്ടി നോക്കാം. കെ പ്ലസ് 3k പ്ലസ് 5k പ്ലസ് 7k പ്ലസ് 9k പ്ലസ് 11k പ്ലസ് 13k ഈക്വൽ ടു 1 എന്നാണ് റൂള്. അപ്പോൾ നമുക്കിതൊക്കെ കൂട്ടി നോക്കുമ്പോൾ 49k ഈക്വൽ ടു 1. അപ്പോൾ കെ എന്താണ്? 1/49. ഓക്കെ, അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ p less than or equal to 4. Sorry, probability of x less than or equal to 4. അപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടം വരെയുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് probability of x less than or equal to 4 equal to p of 0 ഇത് വേണം പ്ലസ് p of
1 പ്ലസ് പി ഓഫ് 2 പ്ലസ് പി ഓഫ് 3 പ്ലസ് പി ഓഫ് 4. ഇവിടെ വരെ മതി. ഈക്വൽ ടു ഉള്ള കാരണം 4 കൂടി എടുക്കണം. ഈ ഈക്വൽ ടു ഇല്ലായിരുന്നെങ്കിൽ 3 വരെ എടുത്താൽ മതി. ഓക്കെ, ഈക്വൽ ടു ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ കെ പ്ലസ് 3k പ്ലസ് 5k പ്ലസ് 7k പ്ലസ് 9k 25k. ഓക്കെ, ഈക്വൽ ടു 25 ഇൻറ്റു 1/49. കെയുടെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ 25/49. ഇതാണ് നമ്മുടെ പി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4ൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, പി പ്രോബബിലിറ്റി ഓഫ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ 3 എടുക്കേണ്ടി വരില്ല, കാരണം 3 കൂട്ടിയിട്ടില്ല. 4, 5, 6. അതായത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇന്ന് ബാക്കിയുള്ളതൊന്നും എഴുതണ്ട. 9k പ്ലസ് 11k പ്ലസ് 13k ഈക്വൽ ടു 9, 11, 13 കൂടി നമുക്ക് 33k. അപ്പോൾ 33 ഇൻറ്റു 1/49 ഈക്വൽ ടു 33/49. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ തന്നെ പി 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6ൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അൺഡിഫൈൻഡ് അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടില്ലാത്ത ഒരു വാല്യൂ വരുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് നോക്കാനുള്ളത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇതിൻ്റെ അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതിന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. പ്ലേലിസ്റ്റിലേക്കുള്ള ലിങ്ക് അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ.